നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ വിശന്ന് ചത്തു. സോറി അളിയ, എല്ലാം ഒന്ന് സെറ്റായി വരണ്ടേ. അളിയ, എനിക്ക് ബുദ്ധിമുട്ടായല്ലേ? ഹേ, എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഒരു ത്രില്ലല്ലേ അളിയ. പൂജ, നോക്കിയിരിക്കാതെ വേഗം കഴിക്ക്. എനിക്ക് വിശപ്പില്ല വിപീഷേ. ഏയ്, അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ പട്ടിണി കിടക്കാനോ? ഞാൻ സമ്മതിക്കില്ല. കഴിക്കേ. വിപീഷേ, വിപീഷേ, എടാ വിപീഷേ, വിപീഷേ. ഓ, ഈ വിളി മാത്രം അളിയെ സഹിക്കാൻ പറ്റാത്തത്. വിഭീഷയെന്ന് പരിഷ്കാരമില്ലാത്ത എന്റെ അച്ഛനിട്ട പേര് കേൾക്കുമ്പോ കബീഷിനെ അളിയെ ഓർമ്മ വരുന്നത്. വിപീഷേ, ഞാൻ പോയി എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ മാതാശ്രീ തട്ടുമുറത്തേക്ക് വരും. നിങ്ങൾ കഴിച്ചോ? എന്താ അമ്മേ? ഇവിടെ ഇരുന്ന് ഇഡ്ഡലി സാമ്പാറും ഒക്കെ എന്തിയടാ? അത് ഞാൻ കഴിച്ചമ്മേ. നീ കാലത്ത് കഴിച്ചല്ലേ? എന്താ ഇവിടെ അപ്രതീക്ഷിതമായ ഒരു ഒച്ചയും ബഹളവും? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് നീ പറഞ്ഞാ മതിയോ? ഞാനെല്ലാം കേട്ടു. ഇവിടെ ഇരുന്ന ഇഡ്ഡലിയും സാമ്പാറും നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമായി. അതല്ലേ സംഭവം? അതെങ്ങോട്ട് പോയി എന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, ഇവന്റെ വയറ്റിലേക്ക്. കാലത്ത് 6 ഇഡ്ഡലിയും 1/2 കിലോ സാമ്പാറും ഇവൻ കഴിച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്പൊ 8 എണ്ണം കൂടി. 8 6 14 ഇഡ്ഡലികൾ. ദേഹവനങ്ങി ഒരു പണിയും ചെയ്യാത്ത ഇവന്റെ പള്ളക്കകത്തേക്ക് എത്തിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ അജീർണം ബാധിച്ച് ഇവൻ അകാലത്തിൽ അന്തരിക്കും. ആകയാൽ 2 ദിവസത്തേക്ക് ഇവന് ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം പോലും കൊടുത്തു പോകരുത്. ഭയമല്ല, ജാഗ്രതയാ വേണ്ടത്. ഇതൊരു രക്ഷാപ്രവർത്തനമാണ്. അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാടാ? നിന്റെ അച്ഛന്റെ ഭാഷയിൽ പറഞ്ഞ നിസ്സഹായായി പോയടാ ഈ മാതാവ്. എന്റെ മോൻ ചെല്ല്. എന്താളിയാ, ഞങ്ങൾ കാരണം നീയും പട്ടിണിയല്ലേ? നിങ്ങള് കേട്ടല്ലേ, ഇതൊക്കെ അച്ഛൻ്റെ ഓരോ തമാശകളല്ലേ. ഞങ്ങൾക്ക് അത്ര തമാശയായിട്ട് തോന്നിയില്ല. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം. അളിയ, സാരമില്ലടാ. നിന്റെ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. നീ ചെയ്തതൊക്കെ തന്നെ എത്രയോ വലിയ ഉപകാരങ്ങളാണ്. മതിയടാ. ജീവിതത്തിൽ ഒരിക്കലും നിന്നെ ഞങ്ങൾ മറക്കില്ല. അളിയോ, എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. എന്താ അളിയ?
എൻ്റെ വീട് വരെ ഒന്ന് പോവൂ? അവിടുത്തെ വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വരാനാ. മുത്തശ്ശിയുടെ അവസ്ഥ എന്താണെന്നറിയില്ല. ഞാനെന്ന് വെച്ചാൽ മുത്തശ്ശിക്ക് ജീവനാ. പാവം ഇപ്പോൾ ആഹാരം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. മുത്തശ്ശി, അമ്മേ അമ്മേ മുത്തശ്ശി പറയുന്ന കേൾക്ക്. ഒന്ന് എഴുന്നേറ്റ്, എന്നിട്ട് മുഖം കഴുകി ഈ ചായെങ്കിലും ഒന്ന് കുടിക്ക്. നേരം വെളുത്തെ പിന്നെ പച്ച വെള്ളം പോലും കുടിച്ചില്ലല്ലോ. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വയറ്റിലൊന്നും ഇല്ലാതെ എങ്ങനെയാ പിന്നെ മരുന്ന് കഴിക്കുന്നേ? അതിന് ആർക്ക് വേണം മരുന്ന്? മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോ, അത്രയല്ലേ ഉള്ളൂ. ചാകട്ടെ. ഇത് ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? മുത്തശ്ശി ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കഷ്ടമാണ് കേട്ടോ. അവനിങ്ങനെ വരും. അവനിങ്ങനെ പറഞ്ഞും പറയാതെ മുമ്പ് എവിടെയൊക്കെ പോയിട്ടുണ്ട്. അന്നൊന്നും മുത്തശ്ശി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇപ്പൊ പിന്നെ എന്താ ഒരു പ്രത്യേകത? ഇപ്പൊ പ്രത്യേകത ഇല്ലേ? ഇവിടെ അവനെ അന്വേഷിച്ച് പോലീസുകാർ കയറി ഇറങ്ങുക. പോരാത്തതിന് നിന്റെ ഭർത്താവിന്റെ പോലീസ് മൊറേ. നിങ്ങളെയൊക്കെ പേടിച്ചവൻ നാട് വിട്ട് പോയതല്ലെന്ന് ആര് കണ്ടു? ഇനി അവൻ തിരിച്ചു വരുമോ എന്ന് ആർക്കറിയാം? അവൻ വന്നിട്ട് മതി എനിക്കിനി ഭക്ഷണവും മരുന്നും ഒക്കെ. അതല്ല, അവനെ കാണാതെ മരിക്കാനാണ് എനിക്ക് യോഗമെങ്കിൽ അങ്ങനെ ഒറ്റ ഒരെണ്ണത്തിന് എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. പൊക്കോണമല്ല, മുത്തശ്ശി മിണ്ടി പോകരുത്. അവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയ നിന്റെ ഭർത്താവ് എവിടെ? ഇത്രയും നേരമായിട്ട് അവനൊന്ന് വിളിക്കെങ്കിലും ചെയ്തോ? അറിയാടി എനിക്ക് എല്ലാവരുടെ ആത്മാർത്ഥത. അവനെ തിരിച്ചു കിട്ടേണ്ടത് എന്റെ മാത്രം ആവശ്യമാണല്ലോ. എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പോകാൻ പറഞ്ഞാ പൊക്കോണം. എനിക്ക് കാണുണ്ടോ? എനിക്ക് മുത്തശ്ശി താൻ എന്താണ് ഈ പറയുന്നത്? പിന്മാറാനോ? എന്തിന്? ഇത്രയെല്ലാം തെളിവുകൾ കിട്ടിയിട്ട് അവനെ വെറുതെ വിടാനോ? ശിക്ഷിക്കാൻ നമ്മളാരാ? ആരും അല്ലേ. താൻ പൂജയുടെ അച്ഛനല്ലേ? ഞാൻ അവളുടെ അമ്മാവനല്ലേ? നമ്മളല്ലാതെ ആർക്കാ അവളെ രക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി? അവള് സ്വയം തെരഞ്ഞെടുത്ത ജീവിതമല്ലേ നാഥ. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവൾ അനുഭവിക്കട്ടെ. താൻ എന്തൊരു അച്ഛനാണോ? തനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു? ഇടോ, മക്കളെ ജനിപ്പിച്ചതുകൊണ്ട് മാത്രം ആരും അച്ഛനും അമ്മയും ആകുന്നില്ല. അവരെ നേർവഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അവർ തിരഞ്ഞെടുത്ത് നേർവഴിയാണെന്ന് അവർക്ക് തോന്നിയ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് നേർവഴി? വിവരമില്ലാത്ത പ്രായത്തിൽ അങ്ങനെ പിള്ളേര് പലതും കാണിച്ചെന്ന് വരും. നമ്മൾ ബോധമുള്ളവരെ അതിനൊക്കെ കൂട്ടുനിൽക്കാണ് വേണ്ടത്. തനിക്ക് അവളെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ എനിക്കും എന്റെ മോനും അവളെ വേണം. ജീവനെ വേറെ പെണ്ണ് കിട്ടാത്തത് കൊണ്ടല്ല. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എന്റെ അമ്മയുടെ ആത്മാവിന് എനിക്ക് മോശം കൊടുത്തേ പറ്റൂ. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. പാവം എന്റെ ജീവൻ. ചെറുപ്പം മുതലേ അവൻ കേട്ടു വളർന്നത് പൂജ അവന്റെ പെണ്ണാണെന്നാ. താൻ എപ്പോഴെങ്കിലും അവന്റെ മാനസികാവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? അവളെ നഷ്ടപ്പെട്ട ഈ ജന്മം അവന് മനസ്സമാധാനം കിട്ടുമോ? ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനിതിന്ന് പിന്മാറില്ല. അവളെ ഞാൻ എങ്ങനെയും കണ്ടുപിടിക്കും. എന്റെ മരുമകളായി, അല്ല എന്റെ സ്വന്തം മകളായി. എന്റെ വീട്ടിൽ വിളക്ക് വെച്ച് കേറ്റുകയും ചെയ്യും. തന്നെക്കാൾ കൂടുതൽ ഈ ബന്ധം ആഗ്രഹിച്ചത് ഞാനാ. പിന്നിപ്പോ എന്താ പറ്റിയത്? അവളും അവനും ഒരുമിച്ചുണ്ടെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞു. അതിന്
ഇരു ചെവി അറിയാതെ അതങ്ങ് അവസാനിപ്പിച്ചാ പോരെ? അതങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റിയൊരു ബന്ധമല്ലെങ്കിൽ